Diminishing marginal rate of substitution. Indifference curve is based on the concept of diminishing marginal rate of substitution. ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഉള്ളത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ക്വാണ്ടിറ്റി of a good that a consumer would be willing to give up for an additional unit of another good. This marginal rate of substitution diminishes. Since marginal rate of substitution diminishes, indifference curve will be convex to the origin. The marginal rate of substitution diminishes because as the consumer acquires more and more units of a good, the intensity of his desire to have more of it will decline. Therefore, he would be willing to give up less and less of another good to acquire this good. അതായത് ഒരു കൺസ്യൂമർ 2 ഗുഡ് വാങ്ങുമ്പോൾ ഗുഡ് 1 ഒരു യൂണിറ്റ് കൂടുതൽ വാങ്ങുമ്പോൾ ഗുഡ് 1 യൂണിറ്റ് കുറവായിരിക്കും വാങ്ങുക. അങ്ങനെയാകുമ്പോൾ ഈ വാങ്ങിച്ച ഗുഡിൻ്റെയും വാങ്ങാതെ സാക്രിഫൈസ് ചെയ്ത ഗുഡിൻ്റെയും റേഷ്യോ ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. കൂടാതെ ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ്യസ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ഷേപ്പ് വരുന്നത്. അതായത് ഒരു ഗുഡ് 1ൻ്റെ അളവ് കൂടുകയും ഗുഡ് 2ൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഗുഡ് 1നും ഗുഡ് 2നും ഇടയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് കുറയുന്നു. ഇതിനെയാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഡൗൺവേർഡ് ആയിട്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ക്യാൻ നെയ്തർ ബി എ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ലൈൻ നോർ ആൻ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഹൊറിസോണ്ടൽ ലൈനോ വെർട്ടിക്കൽ ലൈനോ ആയിരിക്കില്ല, അപ്വേർഡ് സ്ലോപ്പിംഗ് കർവും ആയിരിക്കില്ല. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചർ ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ്. ഇത് ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചറാണ്. വെൻ എ കൺസ്യൂമർ വാണ്ട്സ് ടു ഹാവ് മോർ ഓഫ് എ കമ്മോഡിറ്റി, he or she will have to give up some of the other commodity to remain the same level of satisfaction with constant income. As a result, the indifference curve slopes downward from left to right. അതായത് ഒരു കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി കൂടുതൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എക്സ് കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ വൈ കമ്മോഡിറ്റി കുറച്ച് ഉപേക്ഷിക്കേണ്ടി വരും. ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ എക്സ് കമ്മോഡിറ്റി കുറയുമ്പോൾ വൈ കമ്മോഡിറ്റി കുറച്ച് കുറയുന്നു. പക്ഷേ എന്താ പറയുക, ഈ സന്ദർഭത്തിൽ കൺസ്യൂമറിൻ്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കും, കൂടാതെ അവരുടെ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡായിട്ട് സ്ലോപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് ഒറിജിനിലേക്ക് കോൺവെക്സ് ഷേപ്പാണ്. ആസ് എക്സ്പ്ലെയിൻഡ് ഏർലിയർ, ഇൻഡിഫറൻസ് കർവ് ഈസ് ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മുമ്പ് പറഞ്ഞതുപോലെ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എഫക്റ്റ് കാരണമാണ് ഇൻഡിഫറൻസ് കർവ് ഈ കോൺവെക്സ് ഷേപ്പിൽ വരുന്നത്. According to diminishing marginal rate of substitution, the rate of substitution of commodity X for Y decrease with each successive substitution. അതായത് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത് വൈക്ക് വേണ്ടി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറയുന്നത് ഡിമിനിഷിങ് റേറ്റിൽ ആണ്. ഓൾസോ ടു ഗുഡ്സ് ക്യാൻ നെവർ പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഈച്ച് അതർ. Therefore, the rate of decrease in a commodity cannot be equal to the rate of increase in another commodity. അതായത് 2 ഗുഡ്സ് പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം എന്നില്ല. ഒരു കമ്മോഡിറ്റിയിൽ വരുന്ന കുറവ് മറ്റൊരു കമ്മോഡിറ്റിയിൽ അതുപോലെ ഈക്വൽ ആയിരിക്കണം എന്നുമില്ല. തേർഡ് വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതായത് ഇൻഡിഫറൻസ് കർവ് കൂട്ടിമുട്ടില്ല. Each indifference curve represents a particular level of satisfaction. ഓരോ ഇൻഡിഫറൻസ് കർവിനും ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പ്രത്യേകമായിരിക്കും. The level of satisfaction for any given combination of two commodities is the same for a consumer throughout the curve. അതായത്
ഓരോ ഇൻഡിഫറൻസ് കർവിനും ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വ്യത്യസ്തമായിരിക്കും. ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല മറ്റൊരു ഇൻഡിഫറൻസ് കർവിന് ഉണ്ടായിരിക്കുക. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് സൂചിപ്പിക്കുന്നത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ്. ദെയർ ഫോർ ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. ഫോർത്ത് വൺ ഈസ് ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ചെയ്യുക ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ ആയിരിക്കും. ഹയർ ദി ഇൻഡിഫറൻറ്റ് കർവ്സ്, higher will be the level of satisfaction. This means any combination of two goods on the higher curve will give higher level of satisfaction to the consumer than the combination of goods on the lower curve. അതായത് മുകളിലുള്ള ഇൻഡിഫറൻസ് കർവിന് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. താഴെയുള്ള ഇൻഡിഫറൻസ് കർവിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവിന്. A series of indifference curve is known as a indifference map. ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു സീരീസിനെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ഇൻഡിഫറൻറ്റ് കർവ് അനാലിസിസ്. ഫസ്റ്റ് വൺ ഈസ് അസംഷൻ ഓഫ് കൺസ്യൂമർ റാഷണാലിറ്റി. അതായത് ഒരു കൺസ്യൂമർ റാഷണലായിട്ട് അഥവാ ലോജിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ദി അസംഷൻ ദാറ്റ് കൺസ്യൂമേഴ്സ് ബിഹേവ് ഇൻ എ റേഷണൽ മാനർ ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. Many consumers may spend their money in an irrational manner. ഗുഡ്സിന് മേൽ പണം ചിലവഴിക്കുമ്പോൾ ഒരു കൺസ്യൂമർ റേഷണലായിട്ട് അഥവാ ബുദ്ധിപരമായി ചിന്തിക്കുക. പക്ഷേ ഇത് റിയലിസ്റ്റിക് ആയി ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്നില്ല. പല ആളുകളുണ്ട് അവരുടെ കയ്യിലുള്ള പണം തോട്ട്ലെസ്സായി ചിലവഴിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്. അതായത് ഇൻഡിഫറൻസ് കർവിൽ രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷനെ കുറിച്ചാണ് പറയുന്നത്. The theory is based on the assumption that the fixed income of consumer is spent on two goods only, but this is not true in real life. A consumer may spend his income on more than two goods. അതായത് കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും രണ്ട് ഗുഡ്സിന് വേണ്ടി ആണ് ചിലവാക്കുന്നത് എന്നാണ് ഈ അസംഷനിൽ പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. രണ്ടിൽ കൂടുതൽ ഗുഡ്സിൽ കൺസ്യൂമറിന് ഈ പണം ചിലവാക്കേണ്ടി വരും. തേർഡ് വൺ ഈസ് അസംഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആവും ഉണ്ടാവുക. കൂടാതെ അവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആവും ഉണ്ടാവുക. ദി തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഹോമോജീനിറ്റി ഓഫ് ഗുഡ്സ്. ബട്ട് ദി റിയൽ ലൈഫ് ദർ ഈസ് നോട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ദി പ്രൊഡക്റ്റ് ആർ ഡിഫറൻറ്റൈസ്ഡ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് മറ്റൊരു അസംഷനാണ്. ഹോമോജീനിയസ് ആയിട്ടുള്ള ഗുഡ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ കൺസ്യൂമേഴ്സിന് പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും വേണ്ടി വരിക. ഫോർത്ത് വൺ ഈസ് മൈക്രോ എക്കണോമിക് ഇൻ ക്യാരക്ടർ. ദി തിയറി ഡീൽസ് വിത്ത് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഓൺലി ആൻഡ് ഡസ് നോട്ട് കൺസിഡർ ദി ചോയ്സ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് എ ഗ്രൂപ്പ്. അതായത് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ ചോയ്സിനെ കുറിച്ചാണ് അഥവാ രണ്ട് പ്രൊഡക്റ്റുകളുടെ ഈക്വൽ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിലൊരു ഗ്രൂപ്പിൻ്റെ ഇക്വിലിബ്രിയത്തെക്കുറിച്ചോ അഥവാ ഒരു ഗ്രൂപ്പിൻ്റെ ചോയ്സിനെ കുറിച്ചോ ഒന്നും ഇതിൽ പറയുന്നില്ല. അതായത് ഒരു കൂട്ടം ആളുകളുടെ കാര്യത്തെക്കുറിച്ച് ഇതിൽ വിശദീകരിക്കുന്നില്ല. ഫിഫ്ത്ത് വൺ ഈസ് ഡിവിസിബിലിറ്റി ഓഫ് കമ്മോഡിറ്റീസ്. അതായത് കമ്മോഡിറ്റീസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ദി അസംഷൻ ദാറ്റ് ഓൾ കമ്മോഡിറ്റീസ് ആർ ഡിവിസിബിൾ ഈസ് നോട്ട് ട്രൂ. ഈ അസംഷൻ അനുസരിച്ച് എല്ലാ കമ്മോഡിറ്റികളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശരിയല്ല. ദെയർ ആർ മെനി കമ്മോഡിറ്റീസ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ. ഒരുപാട് കമ്മോഡിറ്റീസ് ഉണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത. അതാണ് ഡിവിസിബിൾ ഓഫ് കമ്മോഡിറ്റീസ് എന്നതിലൂടെ പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഇൻഡിഫറൻസ് അനാലിസിസ്. Utility analysis. First one, utility can be measured in cardinal numbers. യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഇൻഡിഫറൻസ് അനാലിസിസ്. യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ്. ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത് യൂട്ടിലിറ്റി മെഷറബിൾ അല്ല എന്നാണ്. അതിൽ പ്രിഫറൻസ് മാത്രമേ പറയാൻ സാധിക്കൂ അഥവാ റാങ്ക് ചെയ്യാനേ സാധിക്കൂ എന്ന്. Second one is assumes that marginal utility of money is constant. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റും ഉപയോഗിക്കുമ്പോൾ
അതിൽ നിന്നുണ്ടാകുന്ന യൂട്ടിലിറ്റി ഓരോ റുപ്പി ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി അൺചേഞ്ചബിൾ ആയിരിക്കും. ഇതാണ് കോൺസ്റ്റൻറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് മണി ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത് അസ്യൂം ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അസ്യൂം ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല എന്നാണ്. തേർഡ് വൺ ഈസ് ഡീൽസ് വിത്ത് വൺ കമ്മോഡിറ്റി ഓൺലി, അതായത് ഒരു കമ്മോഡിറ്റിയുടെ കാര്യം മാത്രമാണ് ഇതിൽ ഡീൽ ചെയ്യുക. ഇൻഡിഫറൻസ് അനാലിസിസ് ഡീൽസ് വിത്ത് ടു കമ്മോഡിറ്റീസ്, രണ്ട് ഗുഡ്സിൻ്റെ കാര്യം മാത്രമാണ് അതിൽ ഡീൽ ചെയ്യുക. ഫോർത്ത് വൺ, പ്രൈസ് എഫക്റ്റ് ഈസ് നോട്ട് ഡിവൈഡഡ് ഇൻറ്റു ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ദി കൺസെപ്ഷൻ ഓഫ് ഗുഡ്സ് ബൈ കൺസ്യൂമേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ഇൻകം, അതായത് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൺസെപ്ഷനിൽ വരുന്ന മാറ്റത്തെയാണ് ഇൻകം എഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഹാപ്പൻസ് വെൻ കൺസ്യൂമേഴ്സ് റീപ്ലേസ് ചീപ്പർ ഐറ്റം വിത്ത് മോർ എക്സ്പെൻസീവ് വൺസ് വെൻ ദെയർ ഫിനാൻഷ്യൽ കണ്ടീഷൻ ചേഞ്ച്. ഒരാളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഫിനാൻഷ്യൽ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചീപ്പർ ഗുഡ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത് പ്രൈസ് എഫക്റ്റ് ഈസ് നോട്ട് ഡിവൈഡഡ് ഇൻറ്റു ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, അതായത് പ്രൈസ് എഫക്റ്റ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ്. ഇൻഡിഫറൻസ് അനാലിസിസിൽ പ്രൈസ് എഫക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, അതായത് പ്രൈസ് എഫക്റ്റ് ഇൻകം എഫക്റ്റിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെയും ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.